ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സാബിത്ത്. ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ഇതുവരെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തില്ല. എന്നാലും എനിക്ക് കിട്ടിയ അറിവിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കൈമാറുകയാണ്. നമുക്ക് ഫോണിൻ്റെ വേഗത കൂട്ടാൻ ഒരു ഉഗ്രൻ ട്രിക്ക് എനിക്ക് വേറൊരാളുടെ അടുത്തുനിന്ന്, ചിലപ്പോൾ നിങ്ങൾക്കതറിയാം എങ്കിലും ഞാനിത് ചില അറിയാത്തവർക്ക് വേണ്ടി മാത്രം കാണിച്ച് തരുന്നു. അതിന് നമുക്ക് ആദ്യം സെറ്റിങ്സിലേക്ക് പോവുക. ഇതിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ചില ഫോണുകൾ എടുക്കുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഫോണിന് പ്രശ്നമില്ല. എൻ്റെ ഇപ്പോൾ 2016 മോഡലായതുകൊണ്ട് പ്രശ്നമില്ല. ചില ഫോണുകൾ ആദ്യത്തെ സാംസങ് സെറ്റുകൾക്ക് വളരെ സ്റ്റക്കായിരിക്കും, വേഗത കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കിതിൻ്റെ വേഗത കൂട്ടാനാണ് ഞാൻ ഇപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് ടൈമിംഗ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ടൈമിംഗ് വേഗത്തിലാക്കാനുള്ള സൂത്രമാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം സെറ്റിങ്സ് എടുക്കുക. അതിൽ കാണാം ഡെവലപ്പർ ഓപ്ഷൻ. താഴെ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങളുടെ ഫോണിൽ, എല്ലാ ഫോണിലും ഇത് സാംസങ്ങിൻ്റെ എന്ന് എനിക്കറിയുള്ളൂ, ബാക്കിയുള്ള ഫോൺ എനിക്കറിയില്ല. ഇത് എങ്ങനെ ഇതിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടണമെന്ന് ഞാൻ കാണിച്ചു തരാം. എബൌട്ട് ഡിവൈസ് എടുക്കുക. എന്നതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ബിൽഡ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ഒരു 7 തവണ ഇങ്ങനെ ടച്ച് ചെയ്താൽ നിങ്ങൾക്കത് താഴെ കാണാൻ സാധിക്കും. എൻ്റെ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് നീഡ് ഡെവലപ്പർ മോഡ് ഹാസ് ഓൾറെഡി ബീൻ എനേബിൾഡ് എന്ന് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളാകാത്തത് കൊണ്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കത് നിങ്ങളുടെ സെറ്റിങ്സിൽ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വേഗത കൂട്ടാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ ഉണ്ടാകും. അതിൽ നമ്മൾ താഴെ വിൻഡോ ആനിമേഷൻ, സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ, ആനിമേറ്റർ, ഡയറക്ഷൻ, സ്കെയിൽ എന്നൊക്കെയുള്ള പല ഓപ്ഷനുകൾ നമ്മൾ കാണും. അതിൽ നമുക്ക് എൻ്റെ വിൻഡോ ആനിമേഷൻ ഓഫ് എന്നുള്ളത് ഞാനിവിടെ 1:1x റീസൈസിലാക്കിയാണ്. 1 ആനിമേഷൻ സ്കെയിൽ 1 പോയിൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 പോയിൻ്റ് എന്നാണുള്ളത്. 1 പോയിൻ്റ്. ഓക്കെ. ഇതിൻ്റെ വേഗത നമുക്ക് വളരെ കൂടുതൽ വേഗത്തിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷൻ ഓഫാക്കാം, അല്ലെങ്കിൽ നമുക്കിത് 0.5-ലാക്കാം. ഇത് നമ്മൾ ചില ഫോണിൽ ഇത് ആനിമേഷൻ 1 പോയിൻ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ 2 പോയിൻ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആനിമേഷൻ സ്കെയിൽ 2 പോയിൻ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ആനിമേഷൻ സ്പീഡ്. കാണുന്നില്ലേ? അതിപ്പോൾ ചിലപ്പോൾ കൂട്ടിയാൽ നമ്മൾ ആനിമേഷൻ സ്കെയിൽ 10 സെലക്ട് ചെയ്യാം. വളരെ സ്ലോ ആണ്. ഓക്കെ, കണ്ടോ? വളരെ സ്ലോ ആണ്. അത് നമുക്ക് തിരിച്ച് ആദ്യത്തെ പോലെ തന്നെ ആക്കാം. 1x. ഓക്കെ, അത് റെഡിയായി. ട്രാൻസിഷൻ ഇതൊക്കെ നിങ്ങളിങ്ങനെ ആക്കിയാൽ
വളരെ ഞാൻ ബാക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഉണ്ടാവും. വളരെ സ്ലോ അല്ലേ? അത് നിങ്ങൾ ഫോണിന് വേഗത ആനിമേഷനാണ് ഇത്, വേഗത വർദ്ധിപ്പിക്കാനുള്ളൊരു സൂത്രമാണ്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ഫോണിൽ സ്റ്റക്ക് ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇത് വേഗത വർദ്ധിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് കളഞ്ഞാൽ മതി. എല്ലാത്തിനും ആനിമേഷൻ, ഞാനിവിടെ ആനിമേഷൻ ഓഫാണ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ 0.5 കൊടുക്കാം. വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് യൂട്യൂബൊക്കെ വളരെ പെട്ടെന്ന് കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ലോഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. UC ബ്രൗസർ കണ്ടോ, വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് മുന്നോട്ടായി പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ ഫോണിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പ്ലേ സ്റ്റോർ നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് ലോഡിങ്ങേ നമ്മൾ കാണുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, ഗുഡ് ബൈ.